ഓം ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ആരണ്യകാണ്ഡത്തിലെ ജഡായുഗതി, ജഡായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരി ആശ്രമ പ്രവേശം, ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് 16-ാം ദിവസമാണ്, കർക്കിടകം 16. ഇക്കഴിഞ്ഞ ദിവസം പ്രാണനാഥയെ കാണാഞ്ഞ്, ആ സീതാദേവിയെ കാണാഞ്ഞ് കരഞ്ഞ് വിലപിച്ച് കാട്ടിലൂടെ ഇങ്ങനെ അന്വേഷിച്ചലയുന്ന ആ മായാമാനുഷനായ ശ്രീരാമനെയാണ് നാം കണ്ടത്. ആ മായാ സീതാദേവിയാണെങ്കിൽ ആഹാര നീഹാരങ്ങളൊന്നുമില്ലാതെ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് അങ്ങ് തൻ്റെ ഉറ്റവരിൽ നിന്നും വേർപെട്ട് അത്യന്തം ദുഃഖിതയായി കഴിയുകയാണ് ലങ്കാപുരിയിൽ. ആ ശ്രീരാമൻ അങ്ങനെ അന്വേഷിച്ചലയുന്നതായ അവസരത്തിൽ ഈ തേരിൻ്റെ പൊട്ടിപ്പൊടിഞ്ഞ ഭാഗങ്ങൾ കാണുകയാണ്. നമുക്കറിയാം, ഇന്നലെ ആ രാവണനെ മാർഗമധ്യേ തടഞ്ഞു നിർത്തി ജഡായു യുദ്ധം ചെയ്തിരുന്നു. ആ പക്ഷിശ്രേഷ്ഠനായ ജഡായുവിനാൽ പൊടിയാക്കപ്പെട്ട ആ തേരിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ശ്രീരാമൻ കാണുന്നത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, അനുജ നോക്ക്, ഇത് തേരിൻ്റെ അവശിഷ്ടങ്ങളല്ലേ, ഛിന്ന ഭിന്നമായ തേരിൻ്റെ. രാക്ഷസൻ കൊണ്ടുപോകുന്ന സമയം വേറെ ഏതെങ്കിലും രാക്ഷസൻ വന്ന് ഏറ്റുമുട്ടിയപ്പോൾ തകർന്നതാകാം ഈ തേര്. എൻ്റെ സീതയെ അവർ കൊണ്ടുപോയി കൊന്നോ അതോ ഭക്ഷിച്ചോ? ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിലായി ഒരു ഭയാനക രൂപം കിടക്കുന്നത് കാണുകയാണ്. ജാനകിയെ തിന്ന് തൃപ്തനായി കിടക്കുന്ന രാക്ഷസനായ ഇവനെ ഈ ക്ഷണം തന്നെ വധിക്കുന്നുണ്ട്. ആ അമ്പുമില്ലും ഇങ്ങോട്ട് തരൂ ലക്ഷ്മണ എന്ന് ശ്രീരാമൻ പറയുന്നത് കേട്ട് ഭയഭീതനായ ആ പക്ഷിശ്രേഷ്ഠനായ ജഡായു പറയുകയാണ്. അവിടെ കിടന്നത് ആ പത്രങ്ങൾ, അതായത് പക്ഷങ്ങൾ അരിഞ്ഞ് മാറ്റപ്പെട്ട ജഡായു താഴെ വീണ് കിടന്നതാണ് ശ്രീരാമൻ കണ്ടത്. ജഡായു ഇങ്ങനെ പറഞ്ഞു, വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ, അവിടുത്തെ ഭക്തനായ ദാസനാണ് ഞാൻ, അവിടുത്തെ ദാതൻ്റെ പ്രിയമിത്രമായിരുന്ന പക്ഷിയായ ജഡായുവാണ് ഞാൻ എന്ന് പറയുന്നു. ആ ദുഷ്ടനായ ദശമുഖൻ നിന്നുടെ പത്നിയെ കട്ടുകൊണ്ട് ആകാശമാർഗത്തുകൂടെ പോകുന്നത് കണ്ട് അവനെ എതിർത്ത് യുദ്ധം ചെയ്ത് തേരും വില്ലും തകർത്ത് കളഞ്ഞു. ആ ക്രുദ്ധനായ രാക്ഷസൻ ചന്ദ്രഹാസം കൊണ്ട് എൻ്റെ പക്ഷങ്ങൾ അറുത്ത് കളഞ്ഞു. വർദ്ധിച്ച വേദനയോടെ താഴേക്ക് പതിച്ച എന്നെ നോക്കി സീതാദേവി ഇങ്ങനെ പറഞ്ഞു, നിന്തിരുവടിയെ കണ്ട് വൃത്താന്തമുണർത്തിക്കാതെ ജീവൻ വെടിയില്ല എന്ന്. ആ അനുഗ്രഹത്തോടെയാണ് ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ച് ഇവിടെ കിടക്കുന്നത്. കൃപാനിധേ, അവിടുത്തെ തൃപ്പാദങ്ങൾ എപ്പോഴും എൻ്റെ ചിത്തത്തിൽ വസിക്കാനായി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ജഡായു ശ്രീരാമനെ കണ്ണുനീരോടെ നോക്കുകയാണ്. ആ ജഡായുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമൻ നിറഞ്ഞ കണ്ണുകളോടെ ജഡായുവിൻ്റെ അടുത്ത് എന്നിരുന്നിട്ട് ശരീരത്തിൽ തലോടിക്കൊണ്ട് ആ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് എൻ്റെ പ്രിയപത്നിയുടെ വിശേഷങ്ങളെല്ലാം പറയൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ജഡായു ഇങ്ങനെ പറയും, രക്ഷോനാഥനായ ആ രാവണൻ സീതാദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വേദന കൊണ്ട് എനിക്ക് സംസാരിക്കാനാവുന്നില്ല. അവിടുത്തെ നോക്കിയിരുന്നു കൊണ്ട് ഈ സംസാരബന്ധം, അതായത് ഈ ലോകത്തിലെ ഈ ലൗകിക ജീവിതം വെടിയാൻ അനുഗ്രഹിക്കണം. ഇങ്ങനെ അവിടുത്തെ രൂപം ദർശിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. അവിടുത്തെ കൃപയ്ക്ക് പാത്രമായതിനാൽ എനിക്ക് ഈ ദുർലഭമായ ഭാഗ്യം, അതായത് വളരെ യോഗീന്ദ്രന്മാർക്കും മുനിമാർക്കും വളരെ ദുർലഭമായി കിട്ടുന്ന ഭാഗ്യമാണ് എനിക്കിന്നുണ്ടായിരിക്കുന്നത്. ഭഗവാനെ, ആ മായാമനുഷ്യനായ മനുഷ്യരൂപിയായിട്ട് പരമാത്മാവായ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിച്ചിടണം. അന്ത്യസമയത്ത് ഇങ്ങനെ കാണാൻ ഭാഗ്യമുണ്ടായതിനാൽ ഞാൻ മുക്തനായി വന്നല്ലോ. ഈ ലൗകിക ബന്ധമറ്റ്, ഈ സാംസാരിക ബന്ധമറ്റ് മുക്തനായ എന്നെ ബന്ധു എന്ന ഭാവത്തോടെ ആ ബന്ധൂക സമതൃക്കരം തന്നാൽ, ബന്ധൂക സമതൃക്കരം എന്ന് പറഞ്ഞാൽ ഈ ഉച്ചമലരിപ്പൂവിനെയാണ് ബന്ധൂക സുമം എന്ന് പറയുന്നത്. ആ സുമം, ആ പുഷ്പത്തിന് സമമായ ആ തൃക്കരങ്ങൾ കൊണ്ട് ബന്ധുവത്സല, എന്നെ ഒന്ന് പതുക്കെ തൊടണേ, എന്നാൽ എനിക്ക് അങ്ങയോട് ചേരാമല്ലോ. ഇത് കേട്ടയുടൻ ശ്രീരാമൻ തൻ്റെ കൈകൾ കൊണ്ട് പതുക്കെ ജഡായുവിനെ തലോടുകയാണ്. ആ തലോടുന്ന സമയത്ത് ജഡായുവിൻ്റെ ജീവൻ പോവുകയാണ്. അങ്ങനെ മോക്ഷം പ്രാപിക്കുന്നു. ആ കണ്ണുനീർ വാർത്തുകൊണ്ട് ഭക്തവത്സലനായ ശ്രീരാമൻ അത്യധികം ദുഃഖത്തോടെ ആ പിതൃതുല്യനായ ആ പിതാവിൻ്റെ മിത്രമായിരുന്ന ആ പക്ഷിശ്രേഷ്ഠനെ ഇങ്ങനെ തലോടുകയാണ്. വീണ്ടും വീണ്ടും തലയെടുത്ത് മടിയിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, കാഷ്ഠങ്ങൾ കൊണ്ടുവന്ന് അഗ്നി സംസ്കാരത്തിന് വേണ്ടുന്നതായ ഏർപ്പാടുകൾ ഉടൻ ചെയ്യൂ ലക്ഷ്മണ. കാഷ്ഠങ്ങൾ എന്ന് പറഞ്ഞാൽ വിറകാണ് ദഹിപ്പിക്കാനുള്ളത്.
ലക്ഷ്മണൻ തൽക്ഷണം ചിതയൊരുക്കി കുളിച്ചു വന്ന് സംസ്കാരകർമ്മം ചെയ്യുന്നു. വീണ്ടും കുളിച്ചിട്ട് വന്ന് ഉദകക്രിയകളും ചെയ്യുകയാണ്. ഇവിടെ ഒരു മൃഗത്തിനെ കൊന്ന ആ മാംസമാണ് പുല്ലിന്മേൽ വെച്ച് ജലമെല്ലാം തളിച്ച് പിതൃവിന് പിണ്ടമായി സങ്കല്പിച്ച് സമർപ്പിക്കുന്നത്. പക്ഷികൾ ഭക്ഷിച്ച് തൃപ്തരായാലും സുഖമായിരുന്നാലും എന്ന് പറയുന്നു. വീണ്ടും പക്ഷീന്ദ്രനും ഈ പിണ്ടം സ്വീകരിച്ച് തൃപ്തനായാലും എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവത് സാരൂപ്യം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ശ്രീരാമൻ. ഈ നമുക്ക് മോക്ഷം കിട്ടുമ്പോൾ 4 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്: സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം. ഈ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സമീപത്തെത്താനുള്ള ഭാഗ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്ത് വൈകുണ്ഠത്തെത്താനുള്ള ഭാഗ്യം. ഇനി സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ ആയിത്തീരാനുള്ള ഭാഗ്യം. ഇവിടെ ഭഗവാനെ പോലെ ആ ഭഗവത് സാരൂപ്യം ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ അനുഗ്രഹിച്ചപ്പോൾ വിമാനത്തിൽ കയറ്റി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവന്മാരൊക്കെ വന്ന്. അങ്ങ് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങളും നോക്കിയാൽ കാണാം, ശംഖചക്ര ഗദാപത്മങ്ങളോടെ വിഷ്ണു പാർഷദന്മാരാൽ അങ്ങനെ അനുഗതരായി ആ പൂജിതനായി മുനിമാരാൽ സ്തുതിക്കപ്പെട്ട് അങ്ങനെ ദിവ്യ തേജസ്സോടെ ആ വിമാനത്തിൽ അങ്ങനെ വിളങ്ങുകയാണ് ജടായു. ആ ഭഗവാന്റെ അതേ രൂപത്തിൽ സകല ദിക്കുകളിലും ആ തേജസ് അങ്ങനെ വ്യാപിച്ചു കാണപ്പെട്ടു. ഭക്തിയോടെ വിഷ്ണുവിനെ സ്തുതിക്കുകയാണ് ജടായു. എന്നിട്ട് അങ്ങനെ ആ വിമാനത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഭഗവാൻ പ്രസന്നനായി പക്ഷീന്ദ്രനോട് ഇപ്രകാരം അരുളി ചെയ്തു: വിഷ്ണുപദം പ്രാപിക്കാൻ ഇടവരട്ടെ. ഈ ജടായുസ്തുതി പേജ് 199 ഈ സ്തോത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനും സാരൂപ്യം പ്രാപിച്ചിടുമെന്ന് ശ്രീരാമൻ പറയുന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സാരൂപ്യം എന്ന് പറഞ്ഞാൽ എന്നോട് സാരൂപ്യം. ഇപ്പോൾ ജടായുവിന് കിട്ടിയതുപോലെ ആ ഭാഗ്യം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ പക്ഷിശ്രേഷ്ഠൻ ഭഗവത് സാരൂപ്യം പ്രാപിച്ച് ദേവലോകത്ത് പോയി ബ്രഹ്മാദി ദേവന്മാരാൽ പൂജിതന്മാരായി വാണു. ഇനി അടുത്തത് കബന്ധഗതിയാണ്. കബന്ധം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടൽ എന്നാണ് അർത്ഥം. ആ കബന്ധൻ്റെ ഗതിയാണ് ഇനി വർണ്ണിക്കുന്നത്. ഈ ജടായുവിൻ്റെ സംസ്കാരവും ഉദകക്രിയകളും നടത്തിയിട്ട് പിന്നെയും സീതയെ അന്വേഷിച്ച് വനാന്തരത്തിലൂടെ ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സീതയെ എവിടെയാണ് നീ? ഇങ്ങനെ തന്നെത്താൻ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് സീതയെ വിളിച്ച് ഓരോ മരങ്ങളോടും പക്ഷികളോടും എല്ലാം ചോദിച്ച് ഇങ്ങനെ പോവും. അങ്ങനെ ഓരോരോ ദേശത്തും പോയി അന്വേഷിച്ച് കണ്ടെത്താനാകാതെ നിരാശരായി അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഭീമാകാരമായ വേറൊരു രാക്ഷസ സത്വം പോലെ അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷമാകുന്നത്. ആ സത്വത്തിൻ്റെ വരവ് കണ്ടിട്ട് ശ്രീരാമൻ ഇങ്ങനെ പറയുകയാണ്: ലക്ഷ്മണ, കണ്ടോ, എന്തൊരു സത്വമാണിത്! വക്ഷസിൽ വദനം എന്നാണ്, അതായത് നെഞ്ചിൻ്റെ ഭാഗത്ത് മുഖം, 1 യോജന നീളം വരുന്ന 2 കൈകളും. 1 യോജന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ദൂരമുണ്ട് കേട്ടോ. കണ്ണ് മൂക്കുകളൊന്നും കാണുന്നില്ല. നമ്മെ ഇപ്പോൾ പിടിച്ചു തിന്നുമെന്ന് തോന്നുന്നു. ഈ പക്ഷിയുമല്ല മൃഗവുമല്ല, കാലും കാണാനില്ല, തലയുമില്ല. നമ്മെ പിടിച്ച് ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കാൻ ഒരു ഉപായം കാണുന്നില്ലല്ലോ. നാം ഇപ്പോൾ ആ സത്വത്തിൻ്റെ കൈപ്പിടിയിലാകാൻ പോവുകയാണ്. ഈ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ സത്വം മുമ്പോട്ട് വരുന്നത്. ആ കൈക്കുള്ളിൽ എന്ത് തടയുന്നോ അതെടുത്ത് ഭക്ഷിക്കും. അതാണ് അതിൻ്റെ രീതി. ഈ സൃഷ്ടികർത്താവ് എന്ത് വിധിച്ചോ കൽപ്പിച്ചോ അത് സംഭവിക്കും എന്ന് ലക്ഷ്മണൻ പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ വേഗം ഇങ്ങനെ പറയുന്നതിനകത്ത് നാം എന്തിനു വ്യസനിക്കണം? ഇങ്ങനെ ഓരോരോ കരം വീതം നമുക്ക് 2 പേർക്കുമായി ഛേദിക്കാം എന്ന് പറഞ്ഞു തീരും മുമ്പേ രാമൻ വലത് കൈയും ലക്ഷ്മണൻ ഇടത് കൈയും ഛേദിച്ചു കളഞ്ഞു. ഈ രാക്ഷസ സത്വം ആശ്ചര്യത്തോടെ അതിലേറെ ഭയത്തോടെ ചോദിക്കുകയാണ്: എൻ്റെ കൈകൾ ഛേദിക്കാൻ കഴിവുള്ളവരായി ഇതിനു മുമ്പ് ഈ ഭുവനത്തിൽ ആരും ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായ ഈ പ്രവൃത്തിയെ ചെയ്ത് നിങ്ങൾ ആരാകുന്നു? ഏതായാലും സത്പുരുഷന്മാരാണെന്ന് കരുതുന്നു. ഈ ഘോരമായ കാനനത്തിൽ ഇങ്ങനെ വന്നു ചേരാൻ എന്താണ് കാരണം? ശ്രീരാമൻ അതിനുത്തരമായിട്ട് അതുവരെയുള്ള കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ്, സീതയെ കാണാതായതുവരെയുള്ളത്. ഞങ്ങളങ്ങനെ സീതയെ തിരഞ്ഞു നടക്കുമ്പോഴാണ് നിന്നെ ഈ ഭീകര രൂപത്തിൽ കാണാനിടയായത്. കൈകൾ കൊണ്ട് ഞങ്ങളെ പിടിച്ചു തിന്നും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് പ്രാണരക്ഷാർത്ഥമാണ് ഞങ്ങൾ കൈകൾ വെട്ടിമാറ്റിയത്. ആ വികൃത രൂപത്തോടു കൂടിയ ഭവാൻ ആരാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ശ്രീരാമൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കബന്ധൻ സന്തുഷ്ടനായിട്ട് പറയുകയാണ്: ആ ശ്രീരാമനാണ് നിന്തിരുവടിയെങ്കിൽ എൻ്റെ ജന്മം സഫലമായി തീർന്നു. ഞാൻ ദിവ്യനായ ഒരു ഗന്ധർവനായിരുന്നു. എൻ്റെ യൗവനത്തിൻ്റെ അഹങ്കാരവും ചാബല്യവും കൊണ്ട് ഞാൻ സുന്ദരികളായ സ്ത്രീകളുമായി അങ്ങനെ രമിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രൻ എന്ന
അഷ്ടാവക്രൻ എന്നാൽ അഷ്ടം 8, വക്രം വളവ്, 8 വളവുകളുള്ള ഒരു മുനി. ആ രൂപം കണ്ടിട്ടാണ് ആ മുനിയെ പരിഹസിച്ചു. അങ്ങനെ കളിയാക്കിയതിൻ്റെ ഫലമായി ആ മുനി ശപിക്കുകയായിരുന്നു. ഇനി നീ രാക്ഷസനായി പോകട്ടെ എന്ന് ഈ ഗന്ധർവനെ ശപിക്കുന്നു. അങ്ങനെയാണ് ഈ കബന്ധ രൂപത്തിൽ രാക്ഷസനായി ഭവിക്കുക ചെയ്തത്. അങ്ങനെ ശാപമോക്ഷം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ അങ്ങ് ശ്രീരാമനായി, അതായത് ഈ രാമൻ ദശരഥപുത്രനായി ജനിച്ച് എൻ്റെ കൈകൾ അറുത്തു മാറ്റുമ്പോൾ എനിക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടി ശാപമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രാക്ഷസനായി മാറിയ ഞാൻ ഒരു ദിവസം ശതമന്യു ഇന്ദ്രനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ വജ്രായുധം എടുത്തിട്ട് ഈ രാക്ഷസനെ വധിക്കാൻ ശ്രമിച്ചു. തല വെട്ടിമാറ്റി. പക്ഷേ തല വെട്ടിമാറ്റിയെങ്കിലും ഈ ഗന്ധർവൻ, ഈ രാക്ഷസനായി മാറിയ ഈ ഗന്ധർവൻ മരിച്ചില്ല. ബ്രഹ്മാവ് പണ്ടൊരു വരം നൽകിയിരുന്നു, ആരാലും വധിക്കപ്പെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ മരണമില്ലാത്തതിനാൽ ഈ നിത്യവൃത്തിക്ക് വെട്ടിമാറ്റിയ തലയെടുത്ത് എൻ്റെ വയറിലാക്കി തന്നു ഈ ഇന്ദ്രൻ തന്നെ. അതുപോലെ തന്നെ പാദങ്ങളും വക്രം എന്ന് പറഞ്ഞാൽ മുഖം തന്നെ എൻ്റെ വയറിലാക്കി. അപ്പോൾ 2 കൈകളും നീളം വെച്ചത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ മുഖമെടുത്ത് വയറിലാക്കി, അങ്ങനെ വായ ഇങ്ങനെ വയറിൽ തന്നെയായി, കാലുകളും അങ്ങനെ തന്നെയാക്കി, കുക്ഷിയിലാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. കുക്ഷി വയറാണ്. അപ്പോൾ നിത്യവൃത്തിക്ക് മരണമില്ലാതെയായി, മരിക്കുന്നില്ല, ജീവനുണ്ടല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ നിത്യവൃത്തിക്ക് എന്ത് ചെയ്യും എന്നോർത്തപ്പോഴാണ് ഈ കൈകൾ ഇങ്ങനെ നീളം വെക്കുന്നത്. ഈ കയ്യിൽ എന്ത് തടയുന്നു അതെടുത്ത് ഭക്ഷിച്ചോളാൻ ഇന്ദ്രൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കബന്ധൻ്റെ ഈ രൂപം ഇങ്ങനെ ആയിത്തീർന്നത്. എൻ്റെ 2 കൈകളും 1 യോജന നീളം, കൈകൾക്ക് മധ്യേ എന്തു വന്നാലും പിടിച്ച് വയറിലാക്കും. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു വരുന്നത്. ഉത്തമോത്തമ രഘുനാഥ, വന്യെ ജ്വലിപ്പിച്ച് എൻ്റെ ദേഹത്തെ ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ആ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടാം. ഭാര്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആരാണ് കൊണ്ടുപോയതെന്നൊക്കെ ഞാൻ പറയാം. എന്നെ ദഹിപ്പിക്കണം, അതിനുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട്, വലിയ സത്വമല്ലേ, അതിനകത്ത് വിറക് കമ്പുകളൊക്കെ ഇട്ട് അഗ്നിയെ നന്നായി ജ്വലിപ്പിച്ചിട്ട് ഇങ്ങനെ ദഹിപ്പിക്കുകയാണ്. ഇവിടെ ആ കബന്ധദേഹം ദഹിപ്പിച്ചതായ സമയത്ത് അതിൽ നിന്നും കാമദേവന് തുല്യമായ ആ മനോഹര ശരീരത്തോടുകൂടി സർവാലങ്കാര വിഭൂഷിതനായ ഒരു ഗന്ധർവൻ പുറത്തു വന്നിട്ട് ശ്രീരാമദേവനെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആ മായയിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. അതുപോലെ തന്നെ അന്തവും ആദ്യമില്ലാത്ത ഈ പരബ്രഹ്മസ്വരൂപം എൻ്റെ അന്തരാത്മാവിൽ തെളിഞ്ഞുണർന്ന് വസിക്കണം. ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ നിന്തിരുവടിയുടെ തത്വം അറിയാൻ വയ്യെങ്കിലും നിന്തിരുവടിയെ തന്നെ സ്തുതിക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഭഗവാനെ, ഉള്ളിലെ അന്ധകാരമകന്ന് ആനന്ദമുദിക്കണം. സാംസാരിക ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ട് മോക്ഷപ്രാപ്തി ഉണ്ടാകണം. അവ്യക്തമായ അതിസൂക്ഷ്മമായ ഭഗവദ്രൂപം സുവ്യക്തമാകണം. ആ അപൂർവമായ ആ ദേഹദ്വയങ്ങൾ അവ്യക്തമാണല്ലോ. അപ്പോൾ ആ ദേഹദ്വയ വിലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപൂർവമായ ആ ദേഹദ്വയങ്ങൾ അവ്യക്തമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൃഷ്ടിക്ക് ഗോചരമായ ഒന്നേയുള്ളൂ, അത് പരമാത്മസ്വരൂപമാണ്, മറ്റെല്ലാം ജഡമെന്നറിയുക. ആ ആത്മജ്ഞാനം ഇല്ലാത്തവരായ അജ്ഞാനികൾ മനസ്സിൻ്റെ വ്യത്യസ്ത വ്യാപാരങ്ങളെ, അതായത് ആത്മാവിനെയും പരമാത്മാവിനെയും തിരിച്ചറിയാനുള്ള ആ മനസ്സിൻ്റെ വ്യത്യസ്ത വ്യാപാരങ്ങൾ എങ്ങനെ അറിയുന്നു എന്ന് ചോദിക്കുകയാണ് കബന്ധൻ. ആ പരമാത്മാവ് തേജസ്സോടെ വിളങ്ങുന്ന ബ്രഹ്മാനന്ദമാകുന്നു. ആ സംസാര ബന്ധത്തിനും അതുപോലെ തന്നെ മുക്തിക്കും കാരണം മനസ്സ് തന്നെയാണ്. ഗുണങ്ങളിൽ ആസക്തി ബന്ധകാരണം, ഭഗവാനിൽ ആസക്തി മുക്തി കാരണവും. ഗുണപരിണാമങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗുണപരിണാമങ്ങൾ ഇന്ദ്രിയങ്ങൾ മൂലമാണ്. അപ്പോൾ ഗുണപരിണാമങ്ങളായ ആ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് ധരിച്ചിട്ട് അങ്ങയുടെ യഥാർത്ഥ തത്വം അറിയുന്നവൻ അവയിൽ ആസക്തനാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ആസ്ഥാനം മഹത്തായ ബ്രഹ്മമാണ്. ബുദ്ധി ആദിയായ അന്ധകരണ വൃത്തികൾക്കുള്ള ഐക്യമാണ് ഈ ജീവാത്മാവ്. ആ ഐക്യത്തിന് കാരണമാണ് ഈ ജീവാത്മാവ്. അതിന് സാക്ഷിയാകുന്നതോ പരബ്രഹ്മസ്വരൂപവും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും എന്നാൽ ഇന്ദ്രിയാദി വിഷയങ്ങളില്ലാത്തതും ഒന്നിലും ചേരാത്തതും എന്നാൽ എല്ലാത്തിനെയും വഹിച്ചു നിൽക്കുന്നതും ഗുണങ്ങളില്ലാത്തതും എന്നാൽ ഗുണങ്ങളെ അനുഭവിക്കുന്നതും ബ്രഹ്മമാകുന്നു. അത് ആദിയിൽ അവ്യക്തമാകുന്നു, പിന്നീട് വ്യക്തമാകുന്നു, പിന്നീട് അവ്യക്തമാകുന്നു. ഇവിടെ ആദിയിൽ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ജനനത്തിന് മുമ്പ്, അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തമാണ്, നമുക്ക് കാണാം ഇല്ലേ, ജീവിതമാണത്. അത് കഴിഞ്ഞ് പിന്നീട് അവ്യക്തമാകുന്നു പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് പിന്നെ അവ്യക്തമാണ്.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള നിർവിഷേകമായ സ്ഥൂല ശരീരത്തിനുള്ളിലെ സൂക്ഷ്മദേഹമാകുന്നു ജീവാത്മാവ്. ഈ ജീവാത്മാവ് എല്ലായ്പ്പോഴും നശിക്കാനാവാത്തതായി തന്നെ നിലകൊള്ളുകയാണ്. ഈ ആത്മാവിനെ പലരും പലതരത്തിലാണ് കാണുന്നത്, അറിയുന്നത്. കാരണം അത് നിർവികാരമാണ്, നിരാകാരമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ തൈജസാഹങ്കാരത്തിൽ നിന്ന് ആ 10 ഇന്ദ്രിയങ്ങളുടെ സമൂഹം സംജാതമായി, സാത്വികത്തിൽ നിന്ന് അന്ധകരണ വൃത്തികൾ സംജാതമായി, ഭഗവാനെ അങ്ങനെ മുൻപുണ്ടായവയുടെ ഹേതുവായിട്ട് ഈ പഞ്ചഭൂതങ്ങളാകുന്ന ഈ ശരീരം, ഈ ഭൂതസമൂഹത്തെ താമസത്തിൽ നിന്നും കാണായി എന്ന് ഈ കബന്ധൻ പറയുകയാണ്. ഇങ്ങനെയുണ്ടായ ഈ ഭൂതസമൂഹങ്ങളും ഓരോ തത്വത്തിലേക്കും കടന്നു കൂടിയിട്ട് പ്രവർത്തിക്കുവാനുള്ള ആ ചേഷ്ടാശക്തിയെ ഉണർത്തിവിട്ട് ആ ഹിരൺമയമായ അണ്ഡം നിർമ്മിച്ചത് അങ്ങ് തന്നെയാണല്ലോ. ഹിരൺമയമായ ആ ബ്രഹ്മാണ്ടമാണല്ലോ വിരാട് പുരുഷൻ എന്ന സ്ഥൂലരൂപം. അത് തന്നെയാണല്ലോ വിരാട് പുരുഷൻ എന്ന പേരോടുകൂടി സമസ്ത ചരാചരങ്ങളുമായി വിളങ്ങുന്നത്. അത് തന്നെയാണല്ലോ സ്ഥൂലഭാവം. ഈ യോഗീന്ദ്രന്മാർ ഈ ജഗത്ത് മുഴുവനും എല്ലാ ചരാചരങ്ങളിലും അങ്ങയെ കാണുന്നു. ആ ഭൂതമായതോ, അതായത് ജനനത്തിന് മുമ്പ് അവ്യക്തം, ജനനത്തിന് ശേഷം വ്യക്തം, മരണത്തിന് ശേഷം അവ്യക്തം, ഈ 3 അവസ്ഥകൾക്ക് ഹേതു മഹത്തത്വമാണ്. ആ മഹത്വത്വം ആദിയാൽ ഈ ആവൃതമായ ഒരു സ്ഥൂലദേഹം, അതായത് ബ്രഹ്മാണ്ടം, ആ ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് പിന്നീട് പറയുകയാണ്. 14 ലോകങ്ങളും കൂടി ചേർന്ന വിരാട് പുരുഷ രൂപമാണ് പരബ്രഹ്മത്തിൻ്റെ സ്ഥൂല ദേഹം. അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്ന ആ സ്ഥൂല രൂപം എന്ന് പറയുകയാണ്. ഇപ്രകാരം 14 ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന ആ വിരാട് പുരുഷൻ്റെ ആ വിരാട് പുരുഷൻ്റെ ഓരോ അംശത്തിലും എന്താണ് അടങ്ങിയിരിക്കുന്നതാണ് എന്നാണ് ഇനിയുള്ള വരികളിൽ പറയുന്നത്. ആ കാല് തൊട്ടിങ്ങനെ മുകളിലേക്ക് ഇനി വർണ്ണിക്കുകയാണ്. ഇത് ആ സ്തുതിക്കുന്നതിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആ പാദമൂലം, അതായത് ഉള്ളംകാലുകൾ പാതാളം, ആ കുതികാലുകൾ, അതായത് കുതികാലുകൾ മഹാതലമെന്നും 2 നെരിയാണികൾ രസാതലമെന്നും ഗുൽഫമെന്നാണ് നെരിയാണികൾക്ക് പറഞ്ഞിരിക്കുന്നത്. ബുക്കിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവർക്ക് വായിച്ചിട്ട് നോക്കിയാൽ മതി. രസാതലമെന്നും പറയുന്നു. നെരിയാണികൾ രസാതലം, 2 കാൽവണ്ണകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലമെന്നും അതലമെന്നും അരക്കെട്ട് ഭൂലോകമെന്നും നാഭി ആകാശമെന്നും മാറിടം സ്വർഗമാണെന്നും കഴുത്തിനെ മഹർലോകമെന്നും മുഖം ജനലോകവും നെറ്റിത്തടം തപോലോകവും സർവസ്വരൂപനായ അങ്ങയുടെ ശിരസ് സത്യലോകവും ആകുന്നു. ആ സത്യലോകത്താണല്ലോ നാഭിപങ്കജനായ ബ്രഹ്മാവ് വസിക്കുന്നത്. മേഘജാലങ്ങൾ അങ്ങയുടെ തലമുടിയാകുന്നു. ഇന്ദ്രാദി ദേവന്മാർ ഭുജങ്ങളും ദിക്കുകളായത് അങ്ങയുടെ ചെവികളും അശ്വിനീ ദേവകൾ നാസാദ്വാരങ്ങളും വക്രം അഗ്നിയും നേത്രങ്ങൾ ആദിത്യനും മനസ്സായത് ചന്ദ്രനും പുരികക്കൊടികൾ, അതായത് പുരികക്കൊടികളുടെ ഇളക്കം കാലമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിലും നാരായണീയത്തിലും പറഞ്ഞിരിക്കുന്നത് സഞ്ചാരം കാലം, അവിടുത്തെ ഗമനം കാലമാകുന്നു, സഞ്ചാരം കാലമാകുന്നു എന്നാണ്. നമുക്ക് കുറച്ചും കൂടെ ഇത് ഈ അധ്യാത്മരാമായണ എഴുത്തച്ഛൻ്റെ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ്. അത് മറ്റേ ഭാഗവതം എന്നൊക്കെ പറഞ്ഞാൽ അത് പുരാണങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ചും കൂടി അതിലുള്ളതാണ് ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ഓർത്ത് വ്യസനിക്കേണ്ട, ഇവിടെ നമുക്കറിഞ്ഞാൽ മതി ഇത്രയും. ആ പുരികക്കൊടികളുടെ ഇളക്കം കാലമാകുന്നു. ബുദ്ധി ബ്രഹ്മാവാണ്. അതുപോലെ തന്നെ ഈ കോപത്തിന് കാരണമായ അഹങ്കാരം രുദ്രനാണ്. വാക്കുകൾ വേദങ്ങളും ദംഷകൾ യമനും ദന്തനിരകൾ, ആ വെളുത്തിങ്ങനെ മുത്തുകൾ പോലെ തിളങ്ങുന്ന ആ ദന്തനിരകൾ നക്ഷത്രപംക്തികളും അവിടുത്തെ കടക്കണ്ണിൻ്റെ ചലനം സൃഷ്ടിക്ക് ഹേതുവാണ്. ആ കടക്കണ്ണ് അനങ്ങുമ്പോഴാണ് സൃഷ്ടി നടത്തുന്നത്. മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും ലജ്ജയും, അവിടുത്തെ പുഞ്ചിരി മോഹകാരിണിയായ മായയാണ്. ശ്വാസോച്ഛ്വാസം കാറ്റ്, നാക്ക് വെള്ളവും വാക്ക് പറവകളും സ്വരഗണങ്ങൾ സിദ്ധാദികളും സ്തനദ്വയങ്ങൾ ധർമ്മദേവനും, മുൻഭാഗം ധർമ്മവും പുറംഭാഗം അതായത് പൃഷ്ഠഭാഗം അധർമ്മവും, കണ്ണുകൾ കൺപോളകളുടെ ചലനം രാവും പകലുമാകുന്നു. സപ്തസാഗരങ്ങളാകട്ടെ അവിടുത്തെ ഉദരമാകുന്നു. നാഡികൾ നദികളും രോമങ്ങൾ മരങ്ങളുമാകുന്നു. ആ പർവ്വതങ്ങൾ അസ്ഥികളാകുന്നു. അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളും കാൽ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായ ശക്തിയുള്ള മൃഗങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മഴയായത് അങ്ങയുടെ രേതസ്സാകുന്നു.
അല്ലയോ മഹീപതേ രാജാവേ, അങ്ങയുടെ വിരാട് രൂപം നിത്യവും ധ്യാനിക്കുന്നവർക്ക് മുക്തി ഉണ്ടാകും. അങ്ങില്ലാതെ ഒരു വസ്തുവും ഈ ലോകത്തിലില്ലല്ലോ, എല്ലാ വസ്തുക്കളിലും അങ്ങുണ്ട്. അങ്ങനെയുള്ള അങ്ങയുടെ രൂപം ഞാൻ ചിന്തിച്ചു വണങ്ങുന്നു. ഈ വിരാട് പുരുഷ രൂപം ഞാൻ ചിന്തിച്ചു വണങ്ങുന്നു. ഞാൻ കണ്ടതിൽ വച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഈ കാഴ്ച എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിടണം ഭഗവാനെ. ഇപ്പോഴത്തെ ആ വർത്തമാനകാലത്തിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇനി പറയുന്നത്. താപസവേഷം ഭഗവാനെ, താപസവേഷം, ധരാവല്ലഭം, ശാന്താകാരം, ചാപേഷുകരം, കയ്യിൽ അമ്പും വില്ലും ധരിച്ച് ജഡാവൽക്കലത്തോടെ ആ കാനനത്തിലൂടെ ലക്ഷ്മണനോടുകൂടി ജാനകി അന്വേഷിച്ച് നടക്കുന്ന സുന്ദരനായ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ, ആ ഹൃദയമാകുന്ന ആലയത്തിൽ വസിച്ചാലും സൂര്യവംശജാതനായ ഭഗവാനെ നമോ നമ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ വീണ്ടും കബന്ധൻ പറയുകയാണ്, ആ ശ്രീപരമേശ്വരിയോടുകൂടി ആ മുക്തി ലഭിക്കാൻ വേണ്ടി കാശിയിൽ എത്തുന്ന ആ ആളുകളോട് ഇങ്ങനെ താരകമന്ത്രം, അതായത് രാമനാമം, ഇങ്ങനെ മുമുക്ഷുക്കളായിട്ടുള്ളവർക്ക്, മോക്ഷമർദ്ധിച്ചു ചെല്ലുന്നവർക്ക് ഈ രാമനാമം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ കാശിയിൽ വാണരുളുകയാണ്. എന്നാൽ ഈ പരമാത്മാവായ പരബ്രഹ്മമായ നിന്തിരുവടി തന്നെയാണല്ലോ പരമേശ്വരൻ എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ മൂഢന്മാരായ അജ്ഞാനികൾ ഭഗവാന്റെ ഈ തത്വം എങ്ങനെ അറിയാൻ? അവർ മഹാമായയാകുന്ന അന്ധകാരത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അങ്ങയുടെ ഈ മഹാമായ എന്നെ മോഹിപ്പിച്ചിടായക അംബുജവിലോചന, ഇത്രയേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. എന്നിട്ട് ഈ സ്തുതിയിൽ പ്രസന്നനായിട്ട് ശ്രീരാമൻ പറയുകയാണ്, അനേക കാലത്തെ സാധനയിലൂടെയും തപസ്സിലൂടെയും യോഗീന്ദ്രന്മാർ നേടുന്ന ആ സനാതനമായ അനശ്വരമായ സ്ഥാനം നിനക്ക് ഞാൻ പ്രദാനം ചെയ്യുകയാണ്. അത്രയുമല്ല, മറ്റൊരു അനുഗ്രഹം കൂടി തരുന്നുണ്ട്. ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നവർക്ക് മുക്തി ലഭിക്കും. ഭക്തനായ നിനക്ക് ഒരു വിധത്തിലുള്ള അധപ്പതനവും ഇനി സംഭവിക്കില്ല. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു മറയുന്നു. അങ്ങനെ വീണ്ടും ഗന്ധർവൻ പറയുകയാണ്, അതായത് ജാനകിയെ കണ്ടുപിടിക്കാനുള്ള മാർഗം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ മുന്നിലായി മതംഗാശ്രമമുണ്ട്. ആ മതംഗാശ്രമത്തിൽ ശബരി എന്ന തരുണി താമസിക്കുന്നുണ്ട്. അവിടുത്തെ ഭക്തിയിൽ മുഴുകി, ഇവിടുത്തെ മാത്രം ധ്യാനിച്ച്, അവിടുത്തെ രാമനാമം മാത്രം ജപിച്ചു കഴിയുന്ന ആ ശബരിയെ കണ്ടാൽ അവൾ സീതയെ കണ്ടെത്തുന്നതിനുള്ള മാർഗം പറഞ്ഞു തരും എന്ന് പറയുകയാണ്. ഇവിടെ ശബരി നീച ജാതിയിൽ, അതായത് താഴ്ന്ന ജാതിയിൽ ജനിച്ച സ്ത്രീയാണ്. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ജാതി വ്യത്യാസമോ അല്ലെങ്കിൽ വേറെയുള്ള ഒരു അതായത് തടസ്സവുമില്ല മുക്തി ലഭിക്കാൻ എന്നാണ് ഈ ശബരിയുടെ മോക്ഷത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞ് സമർത്ഥിച്ചിരിക്കുന്നത്. ഈ ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞിട്ട് മറയുകയാണ്. ഇനി അടുത്തത് ശബരി ആശ്രമപ്രവേശം എന്ന ഭാഗമാണ്. ഈ ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം മറയുന്നു. സന്തുഷ്ടരായ രാമനും ലക്ഷ്മണനും ഘോരമായ വനത്തിലൂടെ പതുക്കെ നടന്ന് ശബരിയുടെ ആ മനോഹരമായ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. ഇവരെ കണ്ട ശബരി സംഭ്രമത്തോടെ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ശ്രീരാമൻ്റെ കാലുകൾ കഴുകി പൂജിച്ച് ആ തീർത്ഥം തനിക്കും അഭിഷേകം ചെയ്തു. കഴിക്കാനായി ഫലമൂലങ്ങളും അതുപോലെ തേനൊക്കെ കൊടുത്ത് ഭക്തിയോടെ തൊഴുതിട്ട് പറയുകയാണ്, എൻ്റെ ഗുരുഭൂതന്മാരായ മുനിജനങ്ങൾ അങ്ങയെ ധ്യാനിച്ച് അനേകായിരം വർഷങ്ങൾ ഇവിടെ വാണു. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. അവരെല്ലാം ബ്രഹ്മപദം പ്രാപിക്കുന്നതായ സമയത്ത്, അതായത് മോക്ഷം കിട്ടി പോകുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, ധന്യേ, നീ ഒന്നുകൊണ്ടും ഖേദിക്കണ്ട, നീ ഇവിടെ തന്നെ വസിക്കുക. പന്നകശായിയായ പരമാത്മാവായ ശ്രേഷ്ഠ പുരുഷൻ സൂര്യവംശത്തിൽ വന്ന് പിറന്നിട്ട് നമ്മയും ധർമ്മത്തെയും രക്ഷിക്കാനായി ഇപ്പോൾ ചിത്രകൂടത്തിൽ വസിക്കുന്നുണ്ട്. ആ രാഘവൻ ഇവിടേക്കും വരും. അന്ന് നിനക്ക് ദേഹത്യാഗം ചെയ്ത് മോക്ഷം പ്രാപിക്കാം. ഗുരുക്കന്മാരുടെ ആ വാക്കുകൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ ജന്മം ഇന്ന് സഫലമായല്ലോ ഭഗവാനെ. നിന്തിരുവടിയുടെ ആ തൃപ്പാദങ്ങൾ ഇവിടേക്ക് വരുന്നതും നോക്കി എത്ര നാളായി ഞാൻ ആ രാമനാമം ജപിച്ച് കാത്തിരിക്കുന്നു. ഈ ശ്രേഷ്ഠങ്ങളായ തൃപ്പാദങ്ങൾ കാണാൻ എൻ്റെ ഗുരുഭൂതന്മാരായ ശ്രേഷ്ഠ താപസന്മാർക്ക് പോലും യോഗം ഉണ്ടായില്ലല്ലോ. ആ ജ്ഞാനമില്ലാത്ത ഈ ഹീനജാതിയിൽ ജനിച്ച എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ലല്ലോ ജഗദീശ്വര. ഈ ചിന്തയ്ക്കും വാക്കുകൾക്കൊക്കെ അതീതമായ ഈ ഭഗവത് രൂപം കാണാൻ എനിക്കിന്ന് സാധിച്ചല്ലോ. എൻ്റെ മഹാഭാഗ്യം. സകലത്തിനും അതീതനായ ഭഗവാനെ അങ്ങേ നേരാംവണ്ണം സ്തുതിക്കാൻ പോലും ഈ ഉള്ളവൾക്ക് അറിയില്ല. ദയാനിധേ എന്നിങ്ങനെ പറയുന്നു.
ശ്രീരാമൻ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, വ്യസനിക്കേണ്ട ഭക്തേ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ ഭജിക്കുന്നതിന് ഭക്തി ഒന്ന് മാത്രം മതി. അത് മാത്രമാണ് വേണ്ടത്. പുരുഷനെന്നോ സ്ത്രീയെന്നോ അങ്ങനെയുള്ള ഭേദമോ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ ജനിച്ചവളെന്നോ നീചകുലത്തിൽ ജനിച്ചവളെന്നോ ഉച്ചനീച ഭേദങ്ങളൊന്നും അതിനില്ല. ഈ ത്രൈലോക്യത്തിലും ഇല്ല എന്നറിയുക. മുക്തിക്ക് ഹേതുവായിട്ടുള്ള ഒരേ ഒരു സാധനം ഭക്തി മാത്രമാണ്. ധന്യേ, തീർത്ഥസ്ഥാനം. ഇനി മുക്തി ലഭിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് പറയുകയാണ്. ആ ഭക്തി ഉണ്ടാവാനും ഇനി അതിനെന്തൊക്കെ മാർഗമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമൻ. തീർത്ഥസ്നാനം, തപസ്, വേദാധ്യയനം, ദാനം, ക്ഷേത്രദർശനം, ഉപവാസം, യാഗം, ഇങ്ങനെ ആദിയായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം എൻ്റെ ദർശനം സാധ്യമല്ല എന്നറിയുക. എന്നിലുള്ള അചഞ്ചല ഭക്തി അതൊന്നു മാത്രമാണ് എന്നെ പ്രാപിക്കാനുള്ള വഴി. ഇനി അതിനാദ്യമായി വേണ്ടത് സജ്ജന സംഘമാണ്. ഒന്നാമതായി ഇനി 1, 2 എന്ന് ഈ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ പറയുകയാണ്. മോക്ഷത്തിനുള്ള ഭക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ. ഒന്നാമത് സജ്ജന സംഘം പറഞ്ഞു. ഇനി രണ്ടാമത് എൻ്റെ കഥാലാപം, അതായത് എൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മൂന്നാമത് എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കൽ, എൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ 4ാമത് എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കൽ. എൻ്റെ ഇനി സംസ്കൃതത്തിലാണെങ്കിൽ അതിനെ വായിച്ച് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് കഥകളായിട്ടോ അതുപോലെ അർത്ഥം പറയുന്നതായിട്ടോ പറഞ്ഞു കൊടുക്കുക. ഇനി 5ാമത് എൻ്റെ അംശജാതന്മാരായവരെ ഉപാസിക്കുക. നമുക്കറിയാം സൃഷ്ടിയുടെ സമയത്ത് ഈ ഭഗവാന്റെ അംശമായിട്ട് നമ്മൾ ഇതിൽ തന്നെ പഠിച്ചു. ആ വാമനൻ അംശജാതനാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ അനുജനായിട്ട് മഹാബലി അംശജാതനാണ്. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 5ാമത് എൻ്റെ അംശജാതന്മാരായവരെ ഉപാസിക്കുക. 6ാമത് യമനിയമാദികളോടുകൂടി എന്നെ പൂജിക്കുക എന്നതാകുന്നു. നമുക്കറിയാം യമനിയമാദികൾ എന്ന് പറഞ്ഞാൽ യോഗത്തിലെ 8 അംഗങ്ങളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇവയെല്ലാം ഭഗവാനെ പ്രാപിക്കാനുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ. യോഗികൾ അവസാനം ഈ 8 സ്റ്റെപ്പ് കഴിഞ്ഞ് 8ാമത്തെ സ്റ്റെപ്പിലുള്ള ആ സമാധിയിൽ എത്തിച്ചേരും. ഇങ്ങനെ ഇനി യമം എന്നാൽ മനസ്സിലെ മാലിന്യങ്ങൾ ദൂരീകരിച്ച് ശുദ്ധി വരുത്തുവാൻ പര്യാപ്തമായ 5 കർമ്മങ്ങളാണ് ഈ യമം എന്ന് പറയുന്നത്. ആ 5 കർമ്മങ്ങൾ അഹിംസ, സത്യം, അസ്ഥേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇനി അഹിംസ എന്ന് പറയാൻ നമുക്കറിയാം കൊല്ലലാണ്. ആരെയും കൊല്ലരുത്, ജീവികളെ ഒന്നും കൊല്ലരുത്. എന്നാൽ അങ്ങനെയല്ല. മനസാ വാചാ കർമ്മണ, മറ്റുള്ളവർക്ക് ക്ലേശം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ഇനി സത്യം എന്ന് പറഞ്ഞാലോ, സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖം നൽകാൻ പോകുന്ന യഥാർത്ഥ കഥനമാണ് സത്യം എന്ന് പറയുന്നത്. അസത്യം, അതിന് വിപരീതമായ പ്രവൃത്തിയാണ് ഈ അസത്യം എന്ന് പറയുന്നത്. സത്യം നാസ്തി പരോധർമ്മ എന്ന് പറഞ്ഞാൽ സത്യത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധർമ്മവുമില്ല എന്നാണ്. ആ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ധർമ്മം സത്യം തന്നെയാണ്. പരിപൂർണ സത്യത്തെ, ആ പരിപൂർണ സത്യമായ ഈശ്വരനുമായുള്ള ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. അതാണ് സത്യം. ഇനി അസ്ഥേയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഷ്ടിക്കാതിരിക്കുക, മോഷണം എന്നുള്ള ഒരു തോന്നൽ. ആ ഒരു വസ്തുവിനോട് നമുക്ക് ക്രമാതീതമായിട്ട് ആഗ്രഹം വരികയും അത് ഇനിയിപ്പം നമുക്കത് എങ്ങനെയും കൈയടക്കണം എന്നുള്ളപ്പോഴല്ലേ മോഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രേരകമാകുന്ന ആ ആസക്തിയും ആഗ്രഹങ്ങളും വർജിക്കുന്നതിനെയാണ് അസ്ഥേയം എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ചടക്കമായ ജീവിതമാണ്. പണ്ട് കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇത് നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കണമെന്ന് നിർബന്ധമായും പറഞ്ഞിരുന്നു. ഈ ബ്രഹ്മത്തിൻ്റെ പ്രാപ്തിക്കുള്ള ആചരണമാണ് ബ്രഹ്മചര്യം. മനസാ വാചാ കർമ്മണ, ഈ സെക്സ്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക, ആ ചിന്തകളും എല്ലാം, അതാണ് മനസാ വാചാ കർമ്മണ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വേദാന്ത സംഗ്രഹത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്മരണം, ദർശനം, സ്ത്രീണാം ഗുണകർമാനുകീർത്തനം, സമീചീനത്വ അധീസ്ഥാസു, പ്രീതി, സംഭാഷണം മിഥ, സഹവാസശ്ച സംസർഗോ, അഷ്ടധ മൈഥുനം വിദുഹു, ഏതദ്വിലക്ഷണം ബ്രഹ്മചര്യം ബുദ്ധിപ്രസാദനം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സ്ത്രീകളെ സ്മരിക്കുക, നോക്കുക, അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക, അവരിൽ നന്മ എന്ന ബുദ്ധി വഹിക്കുക, അവരിൽ താല്പര്യം തോന്നുക, സരസ സംഭാഷണം നടത്തുക, സഹവാസം, സംസർഗം, ഇങ്ങനെ 8 വിധത്തിലാണ് മൈഥുനം എന്ന്, അതായത് സെക്സ്വലായിട്ടുള്ള കാര്യങ്ങൾ 8 വിധത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക, അത് ബുദ്ധി തെളിയാൻ ഉപകരിക്കും. ഇതിനെയാണ് ബ്രഹ്മചര്യം എന്ന് വേദാന്ത സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിയമം എന്നാൽ 5 സദാചാര നിഷ്ഠകൾ ഉൾക്കൊള്ളുന്നതാണ്. അഷ്ടാംഗയോഗയിലെ 2ാമത്തെ പടിയായ ഈ നിയമം. ഈ സദാചാര നിഷ്ഠകൾ എന്തൊക്കെയാണ്? ശൗചമാണ്. ബാഹ്യമായ ശൗചം നമുക്കറിയാം. ആന്തരിക ശൗചം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശുദ്ധിയാണ്. ചിത്തത്തെ ശുദ്ധീകരിക്കുക, അതിനുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും.
ഈ നിയമത്തിൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ നമുക്കുള്ളത് എന്താണോ അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കുക. അതാണ്, അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ നിയമത്തിലെ തപസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനവനെ നിയന്ത്രിച്ച് ഉപഭോഗ്യ വസ്തുക്കൾക്കനുസരിച്ച്, അതായത് അതൊക്കെ ത്യജിച്ചിട്ട് ശരീരത്തെയും മനസ്സിനെയും ഇങ്ങനെ ദൃഢതാപൂർവം സന്തുലനത്തിൻ്റെയും സമാധിയുടെയും അവസ്ഥയിൽ സ്ഥിരമായി നിർത്തുന്നതാണ് തപസ്. ഈ തപസ് ചെയ്ത് നമുക്കറിയാം മുനിമാരൊക്കെ വലിയ ശക്തികളൊക്കെ നേടുന്നതൊക്കെ ഇല്ലേ. അങ്ങനെ തപസ്സാണ് മൂന്നാമത്തെ കർമ്മം. ഇനി അടുത്ത സ്വാധ്യായം വളരെ എളുപ്പമാണ്. നാമജപവും ഗ്രന്ഥങ്ങളുടെ സ്വയം പഠനവുമാണ് സ്വാധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈശ്വരനെ കുറിച്ചുള്ള ആ ചിന്തകൾ, അങ്ങനെയുള്ള നിത്യം ആ പഠനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൽ ഈശ്വരജ്ഞാനം വരും. ആ ഈശ്വരനെ കുറിച്ചുള്ള ബുക്കുകൾ, അതായത് മതഗ്രന്ഥങ്ങൾ, ഇതുപോലെയുള്ള ഭാഗവതം, രാമായണമൊക്കെ സ്വയം വായിച്ച് മനസ്സിലാക്കി ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരജ്ഞാനം വളരും. അതുവഴി നമുക്ക് കൈവല്യം ഉണ്ടാകും. മോക്ഷദായകങ്ങളായ അനുഭൂതിയിലേക്ക് നമ്മൾ ഉയരും. ആ അനുഭൂതി ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തോന്നും തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറിച്ച് ഈശ്വരന് വേണ്ടിയാണെന്ന്. ആ വ്യക്തി എപ്പോഴും ഈശ്വരഹിതാനുവർത്തിയായിരിക്കും. അതായത് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ യമനിയമാദികളോടെ ഭക്തനെ അതായത് ഈ യമനിയമാദികൾ അനുസരിച്ച് ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ് ആറാമതായി ഭഗവാൻ പറഞ്ഞത്. എപ്പോഴും രാമമന്ത്രത്താൽ ഉപാസന ചെയ്യുക എന്നത് ഏഴാമത്തെ. എട്ടാമത് സർവ്വപദാർത്ഥങ്ങളിലും ഞാനുണ്ടെന്ന് അറിവുണ്ടാകണം. ശ്രീരാമൻ ശബരിയോട് പറയുകയാണ്, എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ഈശ്വരനിൽ പരമമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ഈ ഭക്തന്മാരെയും ഈശ്വരന്മാരുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മറ്റു വസ്തുക്കളിൽ കാംക്ഷയില്ലാതെ ഇരിക്കണം. സർവ്വലോകത്തിനും ആത്മാവ് ഞാനാണെന്ന് എപ്പോഴും ഉറച്ച വിശ്വാസം വേണം. ഇതെല്ലാമാണ് വേണ്ടത്. ഇനി ഒൻപതാമതായിട്ട് ഞാനെന്ന തത്വം അറിയുകയാണ്. ആ പരമാത്മ തത്വം അറിയുകയാണ് വേണ്ടത്. ഭക്തി ഉണ്ടായാലേ എന്നെ അറിയാൻ കഴിയൂ. ഭക്തി ഉണ്ടാകണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാകണം. ഭക്തി നവവിധമാണെന്നറിയുക. ഇത് ഞാൻ ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞിരുന്നു. ആസ്മരണം, കീർത്തനം, വന്ദനം, പാദസേവനം, ശ്രവണം, ദാസ്യം, സഖ്യം, അർച്ചനം, ആത്മനിവേദനം, ഇപ്രകാരം നിത്യവും ഭക്തി പ്രകടിപ്പിക്കുന്നത് ഒരേ വിധമായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷി മൃഗാദികളായാലും മൂഢകളായ സ്ത്രീകളായാലും, സ്ത്രീകളെല്ലാം മൂഢകളെന്നല്ല അർത്ഥം. നമുക്കറിയാം പുരാണത്തിലും അല്ലാതെയൊക്കെ നമുക്ക് ഇന്ദിരാഗാന്ധി സ്ത്രീയാണ്. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ വളരെ പ്രഗത്ഭയായ സ്ത്രീയാണ് അല്ലേ. അങ്ങനെ പുരാണത്തിലും നോക്കിയാൽ വളരെയധികം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെല്ലാം വളരെ ധർമ്മിഷ്ഠകളും പരാക്രമശാലികളും. ഝാൻസി റാണിയെ നമുക്കറിയാം, പാണ്ഡിത്യമുള്ളവരാണ്, ധർമ്മിഷ്ഠകളാണ്, അതുപോലെ ബുദ്ധിമതികളുമാണ്. അവരുടെ ഇടയിലുള്ള കുറച്ച് മൂഢകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീരാമൻ പറയുന്നതാണ്. അതായത് പുരുഷന്മാരാണെങ്കിലും മൂഢകളായ സ്ത്രീകളാണെങ്കിലും ഇനി ഈശ്വരനോട് പ്രേമം തോന്നിയാൽ അവിടെ ഭക്തി ഉത്ഭവിക്കും. അതിന് പാണ്ഡിത്യം വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമെന്ന് പറയുന്നില്ല. ഈശ്വരീയ പ്രേമം അത് തോന്നണം. അപ്പോഴാണ് ഭക്തി ഉത്ഭവിക്കുന്നത്. ഭക്തി കൈവരിക്കുമ്പോൾ എൻ്റെ തത്വം മനസ്സിലാകും. ഈശ്വരീയ പ്രേമം എന്ന അനുഭൂതി, ഈശ്വരീയ ഭക്തി, തത്വബോധം, ആ തത്വബോധം ഉണ്ടായാൽ അവർ സാരൂപ്യം പ്രാപിക്കും. അവിടെ ജന്മം സഫലമാകും. ശ്രേഷ്ഠ തപസ്വിനിയായ ഭവതിയോട് പറയാം, മോക്ഷത്തിന് കാരണം ഭക്തിയല്ലാതെ മറ്റൊന്നല്ല. ഭക്തി ഉണ്ടായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഭവതിക്ക് ഭഗവത് സായുജ്യത്തിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ആ ജാനകി പോയത് എവിടേക്കെന്നറിയാമെങ്കിൽ പറയണം. എൻ്റെ പ്രിയപത്നിയായ അവളെ ആരാണ് കൊണ്ടുപോയത്, ആരാലാണ് നയിക്കപ്പെട്ടത് എന്ന് പറയൂ. ഈ ശബരി ശ്രീരാമൻ്റെ ദുഃഖം അകലും വിധം ആദരവോടുകൂടി ഇങ്ങനെ പറയുകയാണ്. അന്തര്യാമിയായ ഭഗവാൻ, അവിടത്തേക്ക് എല്ലാം അറിയാം. എല്ലാം അറിയുന്ന ആ സർവജ്ഞനായ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. സീതാദേവി ലങ്കാപുരിയിൽ അങ്ങേ ധ്യാനിച്ച് അത്യധികം ദുഃഖത്തോടെ വാഴുന്നു. ദശകണ്ഠനാണ് കൊണ്ടുപോയത്. ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് സീതാദേവിയെ കാണുകയുണ്ടായി. കുറച്ചു ദൂരം മുമ്പോട്ട് പോയിട്ട് തെക്കോട്ട് നടന്നാൽ പമ്പാ സരസ് കാണാം. അതിനപ്പുറം ഋഷ്യമൂക്കാചലം എന്ന ശ്രേഷ്ഠമായ പർവ്വതവും കാണാം. അവിടെ സൂര്യപുത്രനായ ബാലിയെ പേടിച്ച് സുഗ്രീവൻ തൻ്റെ 5 മന്ത്രിമാരോടുകൂടി പ്രാണരക്ഷാർത്ഥം വസിക്കുന്നുണ്ട്. മുനിശാപം നിമിത്തം ബാലിക്ക് അങ്ങോട്ട് പ്രവേശിച്ചുകൂടാ. ആ സുഗ്രീവനോട് സഖ്യം ചെയ്തുകൊണ്ടാൽ കാര്യവും സാധിച്ച് ദുഃഖങ്ങളെല്ലാം അകലും. ഇത്രയും പറഞ്ഞിട്ട് ശബരി ശ്രീരാമൻ്റെ അനുമതിയോടെ അഗ്നിപ്രവേശം ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ വിലയം പ്രാപിക്കുകയാണ്. ഭഗവാൻ
പ്രസാദിച്ചാൽ നീചജാതി എന്നില്ല, ഇന്നവർക്ക് എന്നില്ല, ആർക്കും മുക്തി ലഭിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ശബരിയുടെ കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാൻ പ്രസാദിക്കിൽ ആർക്കും ദുഷ്കരമായിട്ടൊന്നുമില്ല, എല്ലാം കരഗതമാകും, ലഭിക്കും എന്നർത്ഥം. കരഗതമാകും എന്ന് പറഞ്ഞാൽ ആ ശ്രീരാമഭക്തി തന്നെ മുക്തി സാധനം. ശ്രീരാമ തൃപ്പാദങ്ങൾ നിത്യവും സേവിച്ചു കൊള്ളുക. രാമ രാമ ശ്രീരാമ ജഗത്പദേ പാഹി പാഹി. ഓരോ ദിവസവും ഓരോരോ മന്ത്രം ജപിച്ച് പലരെ ധ്യാനിക്കാതെ ശ്രീരാമമന്ത്രം തന്നെ ജപിക്കൂ. നിത്യം എന്നും ശ്രീരാമ കഥ കേൾക്കൂ. എന്നും ശ്രീരാമ ഭക്തന്മാരെ സേവിക്കൂ. അങ്ങനെ ഈ ലോകം മുഴുവനും ശ്രീരാമമയമാണെന്ന് ഉറച്ചു വിശ്വസിക്കൂ. എവിടേക്ക് നോക്കിയാലും അവിടെയെല്ലാം ശ്രീരാമന്മാർ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേതരായി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ ഭഗവാനോട് ഐക്യം പ്രാപിക്കാം. ശ്രീപരമേശ്വരൻ ദേവിയോട്, പരമേശ്വരിയോട് ആ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ആ രുദ്രാണി ഭക്തി പരവശയായി ആ ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് ലയിച്ചിരുന്നു പോയി. അങ്ങനെ നിങ്ങളുടെ മനസ്സും സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രനിലാകട്ടെ. ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ ആ പരബ്രഹ്മസ്വരൂപം കൺമുന്നിലും അകക്കണ്ണിലും വിളങ്ങട്ടെ, എപ്പോഴും വിളങ്ങട്ടെ. ഭഗവാനെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രവണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. നമുക്ക് നാളെ സീതാന്വേഷണം തുടരണ്ടേ. ആ ശ്രീരാമലക്ഷ്മണന്മാരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാതെ നമുക്കും അവരുടെ കൂടെ പോകണ്ടേ. കിഷ്കിന്ധാകാന്ഡത്തിലെത്തി സുഗ്രീവനെയും ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരിൽ ഉത്തമനാണ്. ആ ഭഗവാന്റെ ഉത്തമ ഭക്തനായ ആ ഹനുമാനെയും നമുക്ക് കാണാം നാളെ. കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി.